ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. മംഗളൂരുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാം ദിവസവും മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, നമ്മുടെ പ്രേക്ഷകർ ഇന്ന് രാവിലെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്, എന്താണ് അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെന്ന് പറയൂ. നിലവിൽ രണ്ടാമത്തെ ദിവസവും തുടർച്ചയായ രണ്ടാം ദിവസവും ഈ ശുചീകരണ തൊഴിലാളിയെ മൊഴിയെടുക്കാനായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ ഏറെ വൈകിയാണ് രാത്രി ഇദ്ദേഹം ഒരു രഹസ്യ താവളത്തിലേക്ക് പോകുന്നത്. വൈകിട്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. അതിനുശേഷം പോലീസ് ഒരു പ്രത്യേക യോഗമൊക്കെ ചേരുകയും SIT യോഗം ചേർന്ന് DIG MN അനുചേയന്റെ നേതൃത്വത്തിലുള്ള യോഗം ആദ്യ ദിവസം എടുത്ത മൊഴിയൊക്കെ വിശദമായി പരിശോധിച്ചു വിശകലനം ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് വീണ്ടും ഇദ്ദേഹത്തിനോട് മംഗളൂരുവിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൽത്തങ്ങാടിയിൽ ഒരു SIT ഓഫീസ് ഉണ്ട് എങ്കിലും മംഗളൂരുവിലെ PWD ഓഫീസിൽ ആ ഒരു ഓഫീസിൽ അവിടെ ഒരു SITക്ക് പ്രത്യേക മുറിയുണ്ട്. ആ മുറിയിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മംഗളൂരുവിൽ വെച്ച് മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഊന്നി നിൽക്കുന്നത് ആദ്യം ഇദ്ദേഹം നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ തലയോട്ടിയുടെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തി മണ്ണ് പരിശോധന നടത്തണം. തലയോട്ടിയിലുള്ള മണ്ണും ധർമ്മസ്ഥലയിലെ മണ്ണും പരിശോധിക്കണം. അങ്ങനെ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു തെളിവുകൾ ലഭിച്ചതിന് ശേഷമാകും ഈ കുഴിയെടുത്ത് പരിശോധന എന്നുള്ള വിവരമാണ് ചില സോഴ്സുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ അതിൻ്റെ ഒരു പരിശോധനാ വിവരം പെട്ടെന്ന് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ കുഴിയെടുത്തുള്ള പരിശോധന, ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത്, വനമേഖലയിലാണ്, സൂപ്പർവൈസർക്കെതിരായ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ കോടതിയിൽ പറഞ്ഞ ഒരു മൊഴി പോലും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആദ്യ ദിവസം നടത്തിയ ഈ ഒരു മൊഴിയെടുപ്പിൻ്റെ വിശകലനം കൃത്യമായി പോലീസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തിലാണ് SIT ഇന്നുകൂടി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യപട്ടിക ഇന്നും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ 100-ലധികം ചോദ്യങ്ങളാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത്. 8.5 മണിക്കൂർ നീണ്ട ഒരു മൊഴിയെടുപ്പായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ മൊഴിയെടുപ്പ് നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അടുത്ത ഘട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എക്സ്കവേഷൻ്റെ സമയമാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിരവധി മൃതദേഹങ്ങൾ അവിടെ നിന്ന് കുഴിച്ചെടുക്കേണ്ടി വരും, എല്ലിൻ കഷ്ണങ്ങൾ കുഴിച്ചെടുക്കേണ്ടി വരും, തലയോട്ടികൾ കണ്ടെടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള ഒരു പാലം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു മൊഴിയെടുപ്പിനെ പ്രധാനമായിട്ടും SIT കാണുന്നത്. അങ്ങനെ ഇന്നത്തെ മൊഴിയെടുക്കലിൽ കൂടി വിശ്വാസ്യത വന്നാൽ, കൃത്യമായി SITക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാകണം. ആ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ശാസ്ത്രീയ തെളിവുകൾ, തലയോട്ടിയുടെ ശാസ്ത്രീയ തെളിവ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒരു എക്സ്കവേഷനിലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ കുഴിയെടുക്കൽ പരിശോധനയൊക്കെയും ഉടൻ ഉണ്ടാകും. എന്തായാലും നിലവിൽ അന്വേഷണ സംഘം വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവർക്ക് കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല സങ്കീർണമായ കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മംഗളൂരുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാം ദിവസവും മൊഴിയെടുക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.